ഗൾഫിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു അപ്ഗ്രേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഗ്രോത്ത് ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ മുടങ്ങിപ്പോയ പഠനമോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു തടസ്സമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ ഇത് മറികടക്കാം, അതും ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ. ഇത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് എഡ്യൂവിങ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ആൻഡ് CEO ആയ മാർഷലാണ്. സോ എന്താണ് ഓപ്പർച്യൂണിറ്റി? ഇപ്പോൾ ഗൾഫിലുള്ളവർ, ഞാനും ഗൾഫിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഒത്തിരി പേരുടെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടില്ല, അവർക്കൊരു എന്താ പറയുക പ്രൊമോഷൻ കിട്ടില്ല. കാരണം എന്താ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനിയുടെ ഒരു പോളിസി അനുസരിച്ച് അവർക്ക് അവരുടെ മുടങ്ങിപ്പോയ ഡിഗ്രി അവിടെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ അങ്ങനെയുള്ളവർക്ക് എന്താണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ എങ്ങനെ അവരുടെ ഇത് പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും, അവരുടെ സക്സസ്? എഡ്യൂവിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ പ്രൊവൈഡേഴ്സാണ്. വി ആർ ടൈഡ് അപ്പ് വിത്ത് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ്. മേജർ യൂണിവേഴ്സിറ്റീസ് എന്ന് നോക്കിയെങ്കിൽ ഇയർലി 2 ഇൻടേക്സ് തരുന്നുണ്ട്: ഡിസംബർ, ജാൻ, ജൂൺ, ജൂലൈ. ഗൾഫിലുള്ള ആൾക്കാരിന് നിങ്ങൾ പറഞ്ഞ പോലെ അവർക്ക് ലീവ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് ഇയർലി 2 ഇൻടേക്സ് ഉള്ളത് കൊണ്ട് ഇവർക്ക് നേരത്തെ തന്നെ ലീവ് അപ്ലൈ ചെയ്ത് അവരുടെ ഹൈറാക്കിയുടെ അടുത്ത് നിന്ന് അപ്രൂവൽ മേടിക്കാം. സോ ഡിസംബർ, ജാൻ ഓർ ജൂൺ, ജൂലൈ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ ഇയർലി 12 months ഇൻ എ ഇയർ നമ്മൾ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. ഇവർക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും, എനിക്ക് ഡിസംബർ ബാച്ച് വേണോ അല്ലെങ്കിൽ ജൂൺ ബാച്ച് വേണമെന്ന്. നേരത്തെ പ്ലാൻ ചെയ്തെങ്കിൽ ഓഫ് കോഴ്സ് ടിക്കറ്റിൻ്റെ പ്രൈസും കുറവാണ്. ഇവരുടെ പ്ലാനിങ്ങും നല്ല രീതിയിൽ ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം ഇവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും ബൈ വിസിറ്റിംഗ് ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലേ. സോ ഇതിൽ ഒത്തിരി പേരുടെ സംശയങ്ങളുണ്ട്. അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എനിക്ക് പറ്റുമോ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി എന്തൊക്കെയാണ്, എത്ര ഡ്യൂറേഷൻ എടുക്കും, അങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, അത് എങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, എന്താ ചെയ്യേണ്ടത് അതിന്? നമുക്ക് ഇതിൻ്റെതായ എക്സ്പേർട്സും ഉണ്ട്, നമുക്ക് വെൽ ട്രെയിൻഡ് കൗൺസിലേഴ്സും ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇൻകംപ്ലീറ്റ് ആയ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്തതിൻ്റെ ശേഷം അവർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി സജഷൻസ് ചെയ്യാൻ നമുക്ക് ടീമുണ്ട്. ഏത് കോഴ്സസ് ആണോ അവർക്ക് ഡിസ്കണ്ടിന്യൂ ആയത് അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊരു ഫെസിലിറ്റിയും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.